കാട്ടുതീ പടരുകയും യൂറോപ്പിൽ റെക്കോർഡ് താപനിലയിൽ എത്തുകയും ചെയ്തതോടെ ചൈനക്കാർ കോളടിച്ച മട്ടാണ്. യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം അവർ AC ഉപയോഗിക്കാൻ വളരെ മടിക്കുന്നത്. കാരണം അവിടെ AC യുടെ ആവശ്യമുണ്ടായിരുന്നില്ല. തണുപ്പേറിയ രാജ്യങ്ങളാണ്. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നം വരുന്നത് അവിടെ ഉഷ്ണതരംഗം വല്ലാതെ വർദ്ധിക്കുന്നു. ചൂട് 40 ഡിഗ്രിക്ക് മുകളിലേക്ക് വരികയാണ്. 40 ഡിഗ്രി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അത് സാധാരണമാണ്. പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വല്ലാതെ അമ്പരപ്പിക്കുന്ന ഒന്നാണ്. അവിടെയാണ് ചൈനയിൽ നിർമ്മിച്ച ഒരു ഉൽപ്പന്നം വലിയ തോതിൽ ഡിമാൻഡായി മാറിയിരിക്കുന്നത്. മറ്റൊന്നുമല്ല, എയർ കണ്ടീഷണറുകൾ. ചൈനീസ് എയർ കണ്ടീഷണറുകൾക്കാണ് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും അധികം ഡിമാൻഡ്. AC ഉപയോഗിക്കുന്നത് വളരെ മന്ദഗതിയിലുള്ള യൂറോപ്യന്മാർ ഇപ്പോൾ ചൂട് വല്ലാതെ വർദ്ധിച്ചപ്പോൾ വേനൽക്കാല താപനില 100 ഡിഗ്രി ഫാരൻഹീറ്റിന് മുകളിലൊക്കെ ഉയർന്നതിനാൽ കടകൾക്ക് പുറത്ത് വരിയായി നിന്ന് ഇപ്പോൾ ചൈനീസ് AC യൂണിറ്റുകൾ സ്വന്തമാക്കാനുള്ള നീക്കത്തിലാണ് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മാത്രമല്ല, AC കിട്ടാൻ വലിയ തോതിലുള്ള പ്രശ്നം അനുഭവപ്പെടുകയും ചെയ്യുന്നു. കാരണം ACക്ക് കാര്യമായ വിപണി ഉണ്ടായിരുന്നില്ല യൂറോപ്യൻ രാജ്യങ്ങളിൽ. ഇപ്പോൾ ഫ്രാൻസിലും ജർമ്മനിയിലും ബെൽജിയത്തിലും ഒക്കെ നേതാക്കൾ ചൈനീസ് ഇറക്കുമതിക്ക് വലിയ തോതിലുള്ള പ്രാധാന്യം നൽകുന്നു എന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ചൈനീസ് ബ്രാൻഡുകളായ മീഡിയ, ഗ്രീ, ഹെയർ എന്നിവ AC വിൽപ്പനയിൽ വലിയ തോതിലുള്ള വിൽപ്പനയിൽ വർധനവ് ഇപ്പോൾ കാണിക്കുകയാണ്. യൂറോപ്യൻ യൂണിയനിലേക്കുള്ള ചൈനീസ് കയറ്റുമതിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമായിരുന്നു എയർ കണ്ടീഷനിങ് എങ്കിലും പുതിയ ഡിമാൻഡ് അനുസരിച്ച് യൂറോപ്യൻ ഉപഭോക്താക്കൾക്ക് ചൈനീസ് ഉൽപ്പന്നങ്ങൾ ആവശ്യമാണെന്ന് തെളിവായി ചൈന വിൽപ്പന വർദ്ധിച്ചിരിക്കുകയാണ്. കയറ്റുമതി അടക്കമുള്ള കാര്യങ്ങൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അതായത് യൂറോപ്പിലെ ചൂട് ഏറ്റവും അധികം പ്രയോജനപ്പെടുത്തുന്ന ഒരു രാജ്യമായി ചൈന മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. എയർ കണ്ടീഷനുകൾ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ചുമത്താനും മറ്റും യൂറോപ്യൻ രാജ്യങ്ങൾ അടുത്ത സമയത്ത് തീരുമാനിച്ചിരുന്നു. പക്ഷേ ഈ എയർ കണ്ടീഷനുകൾക്ക് തീരുവ ചുമത്തിയാൽ അത് യൂറോപ്പിന് അമിതമായ ചൂടുണ്ടാക്കും എന്നാണ് അവിടുത്തെ മാധ്യമങ്ങളടക്കം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ചൈനീസ് എയർ കണ്ടീഷനുകളെ തടയുന്നത് യൂറോപ്പിലെ പ്രശ്നങ്ങൾ പരിഹരിക്കില്ല, സാധാരണക്കാരുടെ ജീവിതം കൂടുതൽ ദുഷ്കരമാക്കുകയുള്ളൂ എന്ന് അവിടെ ചില പത്രങ്ങളും മറ്റും എഴുതുന്നത് ഇതിൻ്റെ ഭാഗമായാണ്. ഏകദേശം 360 ബില്യൺ യൂറോ, അതായത് $406 മില്യൺ എന്ന റെക്കോർഡ് നിലയിലേക്കാണ് വ്യാപാരം എത്തിയിരിക്കുന്നത്. ഈ വ്യാപാരം വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ചൈനയും യൂറോപ്പും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ചൈന തങ്ങളുടെ കയറ്റുമതി വർദ്ധിപ്പിച്ചതോടെയാണ് അടുത്ത കാലത്തായി ഈ തരത്തിലുള്ള മാറ്റങ്ങൾ വിപണിയുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്നത്. എയർ കണ്ടീഷനുകൾ ഉപയോഗിക്കണം എന്നുള്ള നിർബന്ധം ഇപ്പോൾ യൂറോപ്പിലെ ജനങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നു. ചൈന അതനുസരിച്ച് തങ്ങളുടെ ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കുന്ന പശ്ചാത്തലമുണ്ടാവുകയാണ്. ലോകത്തിലെ മറ്റു ഭാഗങ്ങളും, യൂറോപ്പ് മാത്രമല്ല ലോകത്തിലെ മറ്റു ഭാഗങ്ങളും ചൈനയെ ആശ്രയിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതിൽ 2-3 കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണണം. ഒന്ന്, ഈ ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യം ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ്. ചൈനീസ് ബ്രാൻഡുകളാണ് ഇപ്പോൾ ലോകത്തിലെ ACയുടെ 50% വിപണിയും കൈയടക്കി വെച്ചിരിക്കുന്നത് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഈ കണക്ക് പുറത്തു വരുന്നത് ഗവേഷണ സ്ഥാപനമായ യൂറോ മോണിറ്റർ ഇന്റർനാഷണലാണ്. ഈ കണക്ക് കഴിഞ്ഞ വർഷം 65% എത്തിയെന്നും കമ്പനി അറിയിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഈ കുറഞ്ഞ വില വളരെ പ്രധാനപ്പെട്ട ചൈനീസ് സാധനങ്ങളുടെ കുറഞ്ഞ വില ഈ വിപണിയിൽ ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു എന്ന പ്രധാനപ്പെട്ട ഒന്നുണ്ട്. അത് മാത്രമല്ല, പ്രാദേശികമായി ആവശ്യങ്ങൾക്കനുസരിച്ച് വൈവിധ്യമുള്ള ഉൽപ്പന്നങ്ങൾ ചൈനീസ് കമ്പനികൾ അത്തരത്തിൽ വിതരണം ചെയ്യുന്നു എന്നതും പ്രധാനപ്പെട്ട ഒന്നാണ്. യൂറോപ്പിൽ ഇത് മുതലെടുക്കാനായി ഇപ്പോൾ ചൈനീസ് ബ്രാൻഡുകൾ പ്രധാനമായും ഉൽപ്പാദനം കൂട്ടിയിരിക്കുകയാണ്. യൂറോപ്പിൽ പ്രധാനമായും ഇതിൻ്റെയൊക്കെ ഉയർന്ന ഊർജ്ജ ചെലവുണ്ട്, ഇൻസ്റ്റലേഷൻ നിരക്കുകൾ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല, ഈ കെട്ടിടങ്ങളിലൊക്കെ എയർ കണ്ടീഷണറുകൾ മാറ്റുന്നതിലുള്ള മാറ്റങ്ങളിലുള്ള നിയന്ത്രണങ്ങളൊക്കെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് ചൈനീസ് ഉൽപ്പന്നങ്ങൾ കൂടുതലായി വാങ്ങി അവ സ്ഥാപിക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ യൂറോപ്പിലുള്ള ആളുകൾ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി പുറത്തു വരുന്നത്. മാത്രമല്ല, ചൈനയിലെ പല പ്രധാന ഗ്രാമമേഖലകളിലും ഇപ്പോൾ AC നിർമ്മാണ യൂണിറ്റുകൾ കൂടുതലായി സ്ഥാപിക്കപ്പെടുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ആഗോളതലത്തിൽ വലിയ സ്വാധീനം ഇതുമായി ബന്ധപ്പെട്ട് ചൈന ചെലുത്തുടങ്ങി എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ചൈനീസ് ഉൽപ്പന്നങ്ങളെ ആശ്രയിച്ച് തന്നെയാണ് ഇപ്പോൾ യൂറോപ്പ് മുന്നോട്ട് പോകുന്നത്. യൂറോപ്യൻ യൂണിയൻ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് ജെൻസ് എസ്കെൽസ് പറയുന്നത് ചൈനീസ് ഇറക്കുമതി മൊത്തത്തിൽ വർദ്ധിച്ച പശ്ചാത്തലമുണ്ട്. അത് പല മേഖലകളിലേക്കും ചൈനീസ് ഉൽപ്പന്നങ്ങൾ എത്തിക്കാനുള്ള ശ്രമത്തിലാണ്. ഇറക്കുമതി ചെയ്യുന്ന ഓരോ യൂറോ മൂല്യമുള്ള ചരക്കിനും തുല്യമായ കയറ്റുമതി വേണം എന്നാണ് ഇപ്പോൾ. കാരണം മറ്റു മാർഗങ്ങളൊന്നുമില്ല. അതനുസരിച്ച് ആ സന്തുലിതാവസ്ഥ അത്തരത്തിൽ നിലനിൽക്കാനാവൂ എന്നാണ് അവിടുത്തെ വ്യാപാര സംഘടനകളും മറ്റും പറയുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നത്. ഏതായാലും അമേരിക്കൻ ഉൽപ്പന്നങ്ങളെക്കാൾ ഇപ്പോൾ ഡിമാൻഡ് കൂടുതൽ യൂറോപ്പിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കാണ്, പ്രത്യേകിച്ചും എയർ കണ്ടീഷണർക്കാണ് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ പുറത്തു വരികയും മറ്റും ചെയ്യുന്നത്.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.